നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും ഈ ദിവസത്തിൻ്റെയും ഈ നോമ്പുകാലത്തിൻ്റെയും ചിന്തകളുമായിട്ട് ഞങ്ങളെ അങ്ങ് ഒരുക്കുകയും ചെയ്യുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസത്തെ ഏറ്റവും വിശുദ്ധമായിട്ടും കൃപയോടുകൂടിയും അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി പൂർത്തീകരിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് അരുളണമേ. ഈശംശിയായിക്ക് സ്നേഹിക്കട്ടെ. നമ്മൾ ഈ മാസത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗം. ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയാണ് നമുക്ക് ധ്യാന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ആ വിഷയത്തിലേക്ക് പ്രോപ്പറായിട്ട് കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ ഈ സമയം, ഈ മാസത്തെ ധ്യാനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുക. എന്തിനാണ് നമുക്ക് നോമ്പ് എന്നുള്ളതാണ് ഒരു ചിന്ത. എന്തിനാണ് നമുക്ക് നോമ്പ്? എന്താണ് നോമ്പിൽ സംഭവിക്കേണ്ടത്? എങ്ങനെയാണ് നോമ്പ് നമ്മൾ ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ. എന്തിനാണ് നമുക്ക് നോമ്പ്? എന്താണ് നോമ്പിൽ സംഭവിക്കേണ്ടത്? എങ്ങനെയാണ് നോമ്പ് ചെയ്യേണ്ടത്? Why the Lent? For what the Lent? How to do the Lent? And what happens in Lent? അതാണ് നമ്മുടെ ഒരു ചിന്ത. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും ഒരു സീസൺ അല്ലേ? ഒരു സീസൺ നമ്മൾ കാണാം. വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ പൂക്കളും പുഷ്പങ്ങളും ഫലങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു കാലഘട്ടം. അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ നമ്മൾ പ്രകൃതിയിൽ കാണുന്നുണ്ട്. ഇതേ കാലഘട്ടം നമ്മൾ മൃഗങ്ങളിൽ കാണുന്നുണ്ട്. അവർക്കൊരു മെയ്റ്റിംഗ് ടൈമുണ്ട്. ഇണ ചേരാനുള്ള സമയം, കൂടുണ്ടാക്കാനുള്ള സമയം, മുട്ടയിടാനുള്ള സമയം. അപ്പം പ്രകൃതി പോലും ഒരു സീസൺ ബേസ്ഡായ ജീവിതമാണ് നയിക്കുന്നത്. നമുക്കും തിരുസഭ ഇങ്ങനൊരു സീസൺ തന്നേക്കുവാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് നമുക്ക് ഈ നോമ്പ്? എന്തിനാണ് നോമ്പ് എന്നുള്ള ഒറ്റ ഉത്തരവുള്ളൂ. എന്തിനാണ് നോമ്പ്? അല്ല, ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഫോർ ദ ഈസ്റ്റർ. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഒരുക്കമാണ് ഈ നോമ്പുകാലം. വേറെ ഒന്നുമല്ല. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇതാണ്, ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഒരുക്കത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോമ്പുകാലം തരുന്നത്. ഉദ്ധാനത്തിൻ്റെ മഹിമയിലേക്ക് നമ്മൾ നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്ന സമയമാണ് നോമ്പുകാലം. അപ്പോൾ ഈ നോമ്പുകാലമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് ഞാൻ കുറച്ച് നിങ്ങളോട് പറയാൻ വേണം. കുറേ ആറുകൾ നമ്മളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. അതിൽ ഒന്നാമത്തെ 6 എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സീസൺ ഓഫ് റിപ്പൻറ്റൻസ്, റിക്കൺസിലിയേഷൻ ആൻഡ് റെപ്പറേഷൻ. ഇറ്റ് ഈസ് എ സീസൺ ഓഫ് റിപ്പൻറ്റൻസ്, റിക്കൺസിലിയേഷൻ ആൻഡ് റെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അനുതാപത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കാലഘട്ടം. അനുതാപത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കാലഘട്ടം. ഇതാണ് നോമ്പിലെ ഒന്നാമത്തെ 6. ഇറ്റ് ഈസ് എ സീസൺ ഓഫ് റിപ്പൻറ്റൻസ്, റിക്കൺസിലിയേഷൻ ആൻഡ് റെപ്പറേഷൻ. അനുതാപത്തിൻ്റെ, ഐക്യത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ കാലഘട്ടം. നമ്മളിത് ഓർത്തിരിക്കണം. ഈ നോമ്പ് കാലത്തിൽ ബേസിക്കായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിനു വേണ്ടി തിരുസഭ മാറ്റി വെച്ചിരിക്കുന്ന കാലമാണ്. ഇതിനൊരു എക്സെപ്ഷനും ഇല്ല. ഇത് നമ്മൾ ഈ സമയത്ത് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അനുദപിക്കണം, ഞാൻ മാനസാന്തരപ്പെടണം, ഞാൻ പ്രാർത്ഥിച്ച് ചെയ്തിരിക്കണം. അതിനുവേണ്ടി സമയമാണ് ഈ സമയം അതിനായിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഈസ്റ്ററിൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെ നയിക്കുക. ഇപ്പം അനുദപിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. എനിക്ക് അനുദപിക്കേണ്ട എൻ്റെ പാപത്തിൻ്റെ മേഖലകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ എന്നോട് തന്നെ, ദൈവത്തോട് തന്നെ, ദൈവം തരുന്ന സാഹചര്യങ്ങളോട് തന്നെ, മറ്റുള്ളവരോട് തന്നെ.
4 കാര്യങ്ങൾ ഐക്യപ്പെടുന്നു. എന്നോട് തന്നെ, ദൈവത്തോട് തന്നെ. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായല്ലോ? ഞാൻ ഓൾ ദി ഏരിയാസ് വേർ ഐ ആം സപ്പോസ് ടു റിപ്പന്റ്, ഐ മസ്റ്റ് റിപ്പന്റ്. അതാണ് ഒന്നാമത്തെ കാര്യം, അനുദപിക്കേണ്ട എല്ലാ മേഖലകളും. രണ്ടാമത്തെ കാര്യം ഐക്യപ്പെടുന്ന മേഖലകളാണ്. ദൈവവുമായിട്ട് ഐക്യപ്പെടുന്ന മേഖലകൾ ഞാൻ കണ്ടെത്തണം, മറ്റുള്ളവരുമായിട്ട് ഐക്യപ്പെടുന്ന മേഖലകൾ കണ്ടെത്തണം, എന്നോട് തന്നെ ഐക്യപ്പെടേണ്ട മേഖലകൾ കണ്ടെത്തണം. ഈശോ അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങൾ, ഏത് സാഹചര്യങ്ങളോടാണോ ഞാൻ ഐക്യപ്പെടേണ്ടത് ആ മേഖല കണ്ടെത്തി ഞാൻ ഐക്യപ്പെടണം. മൂന്നാമത്തെ കാര്യമാണ് ഇറ്റ്സ് എ സീസൺ ഓഫ് റിപ്പൻറ്റൻസ്. പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയമാണ്. ഈ പ്രായശ്ചിത്തം കഴിഞ്ഞ ദിവസം ഞാനൊരു കൂട്ടുകാരനോട് ചോദിച്ചു, എടാ നോമ്പൊക്കെ തുടങ്ങിയില്ലേ, എങ്ങനെയാണ് നോമ്പിനെ തീരുമാനം? അവൻ പറഞ്ഞു, ഈ നോമ്പിന് മീനും മുട്ടയും പാലും അത് നോമ്പിൽ ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ഇറച്ചിയോ? ഇറച്ചി കിട്ടാത്തപ്പം കഴിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട്, വളരെ കാഷ്വലായിട്ട് പറഞ്ഞു. അപ്പം ഞാനിത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഉപേക്ഷിച്ചു എന്നാണ് പറയാൻ വരുന്നതെന്നാണ് ചോദിച്ചത്. പറഞ്ഞു മീനും മുട്ടയും പാലും ഈ നോമ്പിൽ ഉപേക്ഷിക്കുന്ന ഇല്ല. അപ്പം ഇറച്ചി കിട്ടാത്ത കഴിക്കുന്നില്ല. ശരി, വളരെ ഞാനത് തമാശയായിട്ട് പറയാം. ശരിക്കും നോമ്പെടുക്കുന്ന വ്യക്തിയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊക്കെയാണ്. തമാശയായിട്ട് എന്നോട് പറയാം. ഒരു ജീസസ് യൂത്തിൽ നല്ലൊരു മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കഴിവിനും എൻ്റെ സാഹചര്യത്തിനും അനുസരിച്ച് പ്രായശ്ചിത്തം. 3 കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഒന്ന്, എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കഴിവിനും എൻ്റെ സാഹചര്യത്തിനും അനുസരിച്ചുള്ള പ്രായശ്ചിത്തം. ഇതാണ് നമ്മൾ പ്രായശ്ചിത്തത്തെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. തിരുസഭ ആഗ്രഹിക്കുന്ന വെള്ളിയാഴ്ചകളൊക്കെ നമുക്കറിയാം. അത് കൂടാതെയാണ് അച്ഛൻ പറഞ്ഞത്. നമുക്കിത് ഓർത്തിരിക്കാം. എൻ്റെ ആരോഗ്യം അതനുസരിച്ചുള്ളത്, എൻ്റെ കഴിവ് അതനുസരിച്ചുള്ളത്. മൂന്നാമത്തെ കാര്യം എന്താണ്? എൻ്റെ സാഹചര്യം അനുസരിച്ചുള്ളത്. ഈ പ്രായശ്ചിത്തത്തിനോട് ചേർന്ന് പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് ചാരിറ്റി അല്ലെങ്കിൽ പരോപകാര പ്രവൃത്തി. ഇറ്റ് ഗോസ് ടുഗദർ വിത്ത് റിപ്പറേഷൻ. പ്രായശ്ചിത്തത്തോട് ചേർന്ന് പോകുന്ന കാര്യമാണ് ഇതും കൂടെ പരോപകാര പ്രവൃത്തികൾ. അപ്പം ഒന്നാമത്തെ 6 എന്ന് പറഞ്ഞാൽ, ലെൻറ്റിലെ ഒന്നാമത്തെ 6 എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ്. ഇത് സീസൺ ഓഫ് റിപ്പൻറ്റൻസ്, റിക്കൺസിലേഷൻ ആൻഡ് റിപ്പറേഷൻ. അനുതാപത്തിൻ്റെ, ഐക്യത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ കാലഘട്ടമാണ് എനിക്ക് നോമ്പ്. രണ്ടാമത്തെ ആറ് ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. 6 ഇതാണ്. ഇറ്റ്സ് എ സീസൺ ഓഫ് റിട്ടേണിംഗ് ഹോം. ഭവനത്തിലേക്ക് തിരിച്ചു നടക്കുന്ന കാലഘട്ടമാണ് നോമ്പ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളൊരു എക്സാമ്പിൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമ. പന്നിക്കുഴിയിൽ നിന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. ഞാനായിരിക്കുന്ന പന്നിക്കുഴിയിൽ നിന്ന് ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു നടക്കേണ്ട സമയമാണ് ഈ നോമ്പ് കാലഘട്ടം. റിട്ടേണിംഗ് ഹോം. റിട്ടേണിംഗ് ഹോം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എന്താണെന്നല്ലേ? റിട്ടേണിംഗ് ഹോം നമുക്ക് 3 തരത്തിലുള്ള ഒരു റിട്ടേണിംഗ് ആവശ്യമുണ്ട്. ഒന്ന്, എ സൈക്കോളജിക്കൽ റിട്ടേണിംഗ്. 2, എ ഫിസിക്കൽ റിട്ടേണിംഗ്. 3, എ സ്പിരിച്വൽ റിട്ടേണിംഗ്. 3 റിട്ടേണിങ്സ് ഉണ്ട്. ഒന്നാമത്തേത് ഒരു ആത്മീയ തിരിച്ചുപോക്കുണ്ടാവണം, ഒരു ശാരീരിക തിരിച്ചുപോക്കുണ്ടാകണം, ഒരു മനഃശാസ്ത്രപരമായോ അല്ലെങ്കിൽ ബുദ്ധിപരമായോ സൈക്കോളജിപരമായോ ഒരു തിരിച്ചുപോക്കുണ്ടായിരിക്കും. മാനസികമായോ മനഃശാസ്ത്രപരമായോ 3 തിരിച്ചുപോക്ക്. ഒന്ന് ഒരു സൈക്കോളജിക്കൽ, 2 സ്പിരിച്വൽ, 3 ഫിസിക്കൽ. ഇനി ഈ സൈക്കോളജിക്കൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കുകയും, എൻ്റെ ബുദ്ധി ഇപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എനിക്ക് കൃപയില്ല എങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് തിരിച്ചു തരണം. വേറെ ആ ഫോക്കസിങ്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ബുദ്ധി എവിടെയാണോ ഫോക്കസ്, സൈക്കോളജിക്കൽ എൻ്റെ മനസ്സ്
എവിടെയാണോ ശ്രദ്ധിക്കുന്നത് ആ മേഖല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സമയം ചെലവഴിക്കുന്ന എൻ്റെ ബുദ്ധിയുടെ മേഖല എനിക്ക് കൃപയില്ലാത്ത മേഖലയാണ് എന്ന് ഉറപ്പായാൽ ഈ ലെൻഡ് സീസണിൽ നമ്മൾ തിരിച്ച് ഈശോയിലേക്ക് നടക്കും. ചിലർ കിച്ചണിലായിരിക്കും എപ്പോൾ ബുദ്ധിയുണ്ട്, മനസ്സിലാണല്ലോ. ചിലർ വീടുകളിലായിരിക്കും ബുദ്ധിയുണ്ട്, അല്ല ചില വർക്ക് പ്ലേസിലായിരിക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളിലുള്ള പ്രശ്നമായിരിക്കും. ഇവിടെയായിരിക്കും നമ്മുടെ മനസ്സിങ്ങനെ ഉടക്കിക്കിടക്കുന്നത്. അല്ല കമ്മ്യൂണിറ്റിയുടെ വൈബ്രേഷൻ ഇല്ലായ്മയുടെ പ്രശ്നമായിരിക്കും. എവിടെയാണോ എൻ്റെ മനസ്സിങ്ങനെ ഉടക്കിക്കിടന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ മേഖലയിൽ നിന്ന് ഈശോയിലേക്ക് തിരിച്ചു നടക്കുന്ന സമയം നമ്മളൊന്ന് ഓർത്തിരിക്കണം. അത് നമ്മളങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അനുഗ്രഹം റിട്ടേണിങ് ഹോം സൈക്കോളജിക്കലി അതാണ്. രണ്ടാമത്തേത് സ്പിരിച്വലി റിട്ടേണിങ്. ഞാൻ പറയാം സ്പിരിച്വൽ റിട്ടേൺ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആധ്യാത്മികതയിൽ ഞാൻ ഓക്കെ എന്ന് പറയുന്ന മേഖലയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പിരിച്വലി ഓക്കെ ആണെന്നുള്ള ആ ഓക്കെ സ്പിരിച്വൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, എനിക്ക് സ്വയമായിട്ട് തോന്നുന്ന ആത്മീയ സംതൃപ്തിയിൽ നിന്ന് ഈശോയുടെ ആശ്രയത്തിലേക്ക് പോകുന്ന സമയം. ഞാൻ എല്ലാ മാസവും കുമ്പസാരിക്കുന്നുള്ളതുകൊണ്ട് എൻ്റെ കാര്യം ഓക്കെ ആണ് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഈശോയിലേക്ക് തിരിച്ചെടുക്കണം, ആശ്രയിക്കുന്നത്. നല്ലതായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു, നന്മ ചെയ്യുന്നു, ശത്രുക്കളെ സ്നേഹിക്കുന്നു, നന്മ ചെയ്ത് കൊടുക്കുന്നു, അതൊക്കെ ചെയ്യുന്ന ഈശോയിലേക്കല്ലേ? അത് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പേരിൽ എനിക്കൊരു തെറ്റായ ആത്മസംതൃപ്തി, ഞാൻ ഓക്കെ ആണ് എന്നൊരു തെറ്റായ ആത്മസംതൃപ്തിയിലാണ് ഞാൻ ജീവിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഇനിയൊന്നും വേണ്ട, ഇത് മതി, ഞാൻ ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഇപ്പോഴെല്ലാം ഓക്കെ ആണ് എന്നുള്ള അങ്ങനെ ഒരു ആത്മീയ മന്ദതയാണ് എങ്കിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ അകത്ത് ഈശോയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിലാകുമ്പോൾ എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് തോന്നുന്നു ഓക്കെയാണ്, ഇതെല്ലാം മതി, ഇത്രയൊക്കെ മതി തോന്നിയാൽ അത് പോരാ, എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ കയറണം, നടക്കണമെന്ന്. അപ്പോൾ രണ്ടാമത്തെ സ്പിരിച്വൽ റിട്ടേണിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി മൂന്നാമത്തേതാണ് ഫിസിക്കൽ റിട്ടേണിങ്. ഫിസിക്കൽ റിട്ടേണിങ് എന്ന് വളരെ ടിപ്പിക്കലാണ്. ഇങ്ങനെ മനസ്സിലാക്കാം, എൻ്റെ ആക്ടിവിറ്റീസ് കുറച്ചിട്ട് ഈ നോമ്പ് കാലങ്ങളിൽ ഈശോയുടെ സന്നിധിയിൽ ഫിസിക്കലായിട്ട് ഞാൻ വന്നിരിക്കാം. ശാരീരികമായിട്ട് ഞാൻ ഈശോയുടെ സന്നിധിയിൽ എൻ്റെ ആക്ടിവിറ്റി ഈ ലെൻഡ് സീസൺ ആയതുകൊണ്ട്, നോമ്പായതുകൊണ്ട് ഞാൻ എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറച്ചിട്ട് ഈശോയുടെ സന്നിധിയിൽ വന്നിരിക്കേണ്ട സമയമാണ്. അതായത് എക്സ്ട്രാ 1 മിനിറ്റ് എങ്കിലും എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഈ സാധാരണ ചെയ്യുന്നതിൽ കൂടുതൽ കൊടുക്കാൻ കണ്ടിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ് എക്സ്ട്രാ 1 more minute, അറ്റ്ലീസ്റ്റ് 1 more minute ഞാൻ സിംപ്ലി ആയിട്ടുണ്ട്, ബട്ട് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈശോ കാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ പള്ളിയിൽ ഞാൻ ഇരിക്കേണ്ട സമയം. അപ്പം രണ്ടാമത്തെ റിട്ടേണിങ് ഇതാണ്, 6 എന്ന് പറഞ്ഞതാണ്. അപ്പോൾ സൈക്കോളജിക്കൽ റിട്ടേണിങ്, സ്പിരിച്വൽ റിട്ടേണിങ് ആൻഡ് ഫിസിക്കൽ റിട്ടേണിങ്. ഇത് ഈ സമയത്ത് നമുക്ക് സംഭവിക്കും, നമ്മൾ ചെയ്യണം, ഇത് ചെയ്യേണ്ട സമയമാണ്. അതാണ് നമുക്ക് ഈ സീസൺ തന്നിരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, മൂന്നാമത്തെ 6 എന്ന് പറയുന്നത് ലെൻഡ് ഈസ് എ സീസൺ ഓഫ് റീഡിസ്കവറി എന്ന് പറയും. റീഡിസ്കവറി, വീണ്ടും കണ്ടെത്തുന്ന സമയമാണ്, വീണ്ടും കണ്ടെടുക്കുന്ന സമയമാണ് നോമ്പുകാലം. മൂന്നാമത്തെ ചിന്ത ഇതാണ്. നോമ്പുകാലം എന്ന് പറയുന്നത് റീഡിസ്കവറിൻ്റെ, വീണ്ടും കണ്ടെടുക്കുന്ന സമയമാണ്. ഞാനത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാവേ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവത്തിന് പരിശുദ്ധ ത്രിത്വത്തിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നല്ലേ? പിതാവിനോട് പുത്രനോട്, പുത്രന് പിതാവിനോട്, പരിശുദ്ധാത്മാവ് തമ്മിലും 3 പേരും തമ്മിൽ കൊടുക്കുകയും വാങ്ങിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ട്. ഷെയറിങ്, ഗിവിങ് ആൻഡ് റിസീവിങ്. ഇത് പരിശുദ്ധ ത്രിത്വത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം ഒരു മെത്തേഡ് കണ്ടെത്തി. ആ മെത്തേഡിൻ്റെ പേരാണ് പർദീസ. ദൈവത്തിലുള്ള സ്നേഹം മനുഷ്യന് കാണിച്ചു കൊടുക്കുവാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം കണ്ടുപിടിച്ച ആദ്യത്തെ ഡിസ്കവറിങ് ആയിരുന്നു ആദവും ഹവ്വായും പർദീസായും, അല്ലേ? ഇത് ദൈവം ഇത് ചെയ്തില്ലെങ്കിൽ ആദിമ മനുഷ്യന്, ആദ്യത്തെ വ്യക്തിക്ക് ഇതറിയുമായിരുന്നു ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഡിസ്കവറി ദൈവം കണ്ടെത്തിയത് എവിടെയാണ്? പർദീസായിലാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്. ദൈവമുണ്ട് എന്നും ദൈവ സ്നേഹമാണ് എന്നും ആദ്യം വെളിപ്പെടുത്തിയത് പർദീസായിലാണ്. ഈ സ്നേഹത്തെ കണ്ടെത്തുവാനായിട്ട് ആദത്തിന് ഹവ്വായ്ക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ട് അവർക്ക് പർദീസ നഷ്ടപ്പെട്ടു. അപ്പം രണ്ടാമത്തെ പ്രശ്നം അതാണ്. ദൈവം ആദ്യം ഡിസ്കവർ ചെയ്ത് ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു മാർഗം, അത് പർദീസയിൽ വെളിപ്പെടുത്തി. ആദോ ഹവ്വായും അത് നഷ്ടപ്പെടുത്തി. മൂന്നാമത് ദൈവം എന്ത് ചെയ്തു?
ഒരു റീഡിസ്കവറി നടത്തി. എന്താണ് ആ റീഡിസ്കവറി? അതാണ് പാസ്കൽ മിസ്റ്ററി ഈസ് എ റീഡിസ്കവറി. ഞാൻ പറഞ്ഞ എവിടെ കിട്ടിയോ? മൂന്നാമത്തെ കാര്യം. അപ്പം ദൈവം ദൈവം തന്നെ ഡിസ്കവർ ചെയ്തു, തന്നെ വെളിപ്പെടുത്തി ഒരു മെത്തേഡിലൂടെ. ആദോഹാവയെ അത് കണ്ടെത്തി, മനസ്സിലാക്കാൻ പറ്റിയില്ല, നഷ്ടപ്പെട്ടു പോയി. ദൈവം രണ്ടാമതൊരു റീഡിസ്കവറി മെത്തേഡ് കണ്ടെത്തി. അതാണ് പാസ്കൽ മിസ്റ്ററി. അപ്പം ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ദൈവം എന്നെ തന്നെ അല്ലെങ്കിൽ എന്നെ തന്നെ വീണ്ടെടുക്കുവാനായിട്ട് ഒരു റീഡിസ്കവറി മെത്തേഡ് കണ്ടെത്തി. ഗോഡ് ഫൗണ്ട് ആൻ എ റീഡിസ്കവറി മെത്തേഡ്, ദാറ്റ് ഈസ് ദ പാസ്കൽ മിസ്റ്ററി. ഞാൻ ഈ റീഡിസ്കവറിങ്ങിനെ പറ്റി ധ്യാനിക്കുവാനും അതിൽ സന്തോഷിക്കുവാനുമുള്ള സമയമാണ് എൻ്റെ സീസൺ. ഈ റീഡിസ്കവറിങ് ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്? പാസ്കൽ മിസ്റ്ററിയിൽ ഈശോയുടെ ജനനവും ജീവിതവും, മരണവും ഉത്ഥാനവും, അല്ലേ? അല്ല, ഒരു മറ്റൊരു രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ്. ഈശോയുടെ ജനനമുണ്ട്, ഈശോയുടെ പരസ്യ ജീവിതമുണ്ട്, ഈശോയുടെ സഹനമുണ്ട്, ഈശോയുടെ മരണമുണ്ട്, ഈശോയുടെ ഉത്ഥാനമുണ്ട്, ഈശോയുടെ മഹിമയുണ്ട്. 6 കാര്യങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. എന്തൊക്കെയാണ്? ഈശോയുടെ ജനനവും പരസ്യ ജീവിതവും, രണ്ടാമത്തേത് സഹനവും മരണവും, മൂന്നാമത്തേത് ഈശോയുടെ ഉത്ഥാനവും മഹിമയും. ഈ 6 കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ധ്യാനിക്കേണ്ട ചിന്ത ഇതാണ്. ഈശോ സ്വയം തന്നെ ഡിസ്കവർ ചെയ്യും, നമ്മളെ കണ്ടെത്തുവാനായിട്ട്, വീണ്ടെടുക്കുവാനായിട്ട് റീഡിസ്കവറി മെത്തേഡായിട്ട് ഈശോയുടെ പീഡാസഹനം, മരണം, ഉത്ഥാനം, പാസ്കൽ മിസ്റ്ററി ഈശോ വെളിപ്പെടുത്തി. ഞാൻ എന്നെ റീഡിസ്കവർ ചെയ്യാൻ വേണ്ടി എന്ത് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ സീസൺ? വാട്ട് ആം ഐ ഗോയിങ് ടു ഡു ടു റീഡിസ്കവർ മൈസെൽഫ്? അതാണ് ഇപ്പോൾ ഈ ധ്യാനത്തിലെ ചിന്ത. എന്നെ വീണ്ടെടുക്കുവാനായിട്ട് ഞാൻ എന്ത് മെത്തേഡാണ് കണ്ടെത്താൻ പോകുന്നത്? അത് പേഴ്സണലി നമ്മൾ ചിന്തിച്ച് നോക്കാം. അതെന്താണ് എന്നുള്ള കാര്യം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി എക്സ്ട്രാ, അതോടുകൂടെ മാറി എന്ന് പറയുന്നില്ല, അതിനോട് ചേർന്ന് എക്സ്ട്രാ, അതിലുപരിയായിട്ട് എനിക്ക് ഏതാണ് മറ്റൊരു മാർഗം കൂടെ എന്നെ തന്നെ റീഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മാർഗം? ഞാൻ പറഞ്ഞ ഈ സമയത്ത് അത് കണ്ടെത്തുവാണെങ്കിൽ നമുക്കതൊരു കുറച്ചും കൂടെ ഒരു അനുഗ്രഹമാണ്. നമുക്കൊരു പക്ഷേ അതൊരു ബേസായിട്ട് മാറും ഈ റീഡിസ്കവറി മെത്തേഡ്. അപ്പം 2, 6 ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ 6 റിപ്പൻറ്റൻസ്, റിക്കൺസിലേഷൻ ആൻഡ് റെപ്പറേഷൻ. രണ്ടാമത്തെ 6 റിട്ടേണിംഗ് ഹോം. മൂന്നാമത്തെ 6 എന്താണ്? റീഡിസ്കവറി. ഇനി നാലാമത് ഒരു 6 ഉണ്ട്. ആ 6 ഇതാണ്. ഈ റീഡിസ്കവറിങ് എവിടെയാണ് നമ്മൾ കണ്ടെത്തുന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ്: തൻ്റെ പുത്രനെ നൽകാൻ മാത്രം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അതാണ് അതിൻ്റെ ബേസ്. ഈ ചിന്തയുടെ ബേസ് അതാണ്. തൻ്റെ പുത്രനെ നൽകാൻ മാത്രം ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. അപ്പം ഈശോ ദൈവം കണ്ടെത്തിയ മെത്തേഡ് ഇതാണെങ്കിൽ ഞാൻ കണ്ടെത്തുന്ന മെത്തേഡ് എന്താണ്? എന്നെ തന്നെ റീഡിസ്കവർ ചെയ്യും. അവസാനത്തെ ഇത് എന്ന് പറയുന്നത് 6 ഇതാണ്. ഇറ്റ്സ് എ സീസൺ ഓഫ് റിജോയ്സിങ്. സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്: നിന്റെ മുഖം വാടിപ്പോകരുത്, നോമ്പുകാലത്ത് ഗ്ലൂമിയാകരുത്, ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ പ്രസന്നവദനായിട്ട് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഈശോയുടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഒരു റിജോയ്സിങ് ടൈമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇതൊരു സന്തോഷത്തിൻ്റെ കാലഘട്ടം? നമ്മൾ സാധാരണ നോമ്പിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അതെ, ഇച്ചിരി വിഷമോ സങ്കടമൊക്കെ ആയിട്ടിരിക്കുന്ന കാലഘട്ടമല്ലേ ദുഃഖം? അതെ, അതെ, ഇച്ചിരി ഗ്ലൂം ആയിട്ടിരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് നോമ്പ് കാലഘട്ടം. അതെന്തുകൊണ്ടാണെന്നറിയാം? അതാണ് ഈശോയുടെ ഗ്ലോറി സിസ്റ്റർ പറഞ്ഞ കറക്റ്റാണ്. ഈശോയുടെ മഹത്വത്തിലേക്ക് നമ്മൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക: ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനം വഴിയായിട്ട് സാർവത്രിക രക്ഷ, ഒബ്ജക്റ്റീവ് സാൽവേഷൻ, എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിന് മുഴുവനുമുള്ള രക്ഷ ഈശോ നേടിത്തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വഴിയോ? ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനം വഴിയായിട്ട് ഈ ലോകത്തിന് മുഴുവനുമുള്ള രക്ഷ ഈശോ നേടിത്തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ സന്തോഷിക്കേണ്ട സമയമാണ്. ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ?
ഇതെൻ്റെ വ്യക്തിപരമായ രക്ഷയാക്കി മാറ്റണം. സബ്ജക്റ്റീവ് സാൽവേഷൻ ആകണം. ഒബ്ജക്റ്റീവ് സാൽവേഷൻ ആശ്രയിക്കുമ്പോൾ സാർവത്രിക രക്ഷ സംഭവിച്ചിട്ടുണ്ട്. ഈശോയുടെ അത് പറഞ്ഞാൽ ഞാൻ മരിച്ചാൽ എനിക്ക് ആ മരണത്തോടുകൂടി സ്വർഗം കിട്ടാൻ അവകാശമുണ്ട്. ഞാൻ മനുഷ്യനായതുകൊണ്ട് ഇനി എനിക്ക് സ്വർഗം കിട്ടാൻ അവകാശമുണ്ട്. ദൈവം എന്നെ സൃഷ്ടിച്ചത് കൊണ്ട്, ദൈവത്തിൻ്റെ കുരിശുമരണത്തിലൂടെ ലോകത്തെ മുഴുവൻ വീണ്ടെടുത്തതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാനുള്ള അവകാശം ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത്, കാരണം എനിക്ക് സ്വർഗം ഉറപ്പാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ഇതിനെ വ്യക്തിപരമായ രക്ഷയാക്കി മാറ്റണം, സബ്ജക്റ്റീവ് സാൽവേഷൻ ആക്കി മാറ്റണം. ഈ സബ്ജക്റ്റീവ് സാൽവേഷൻ ആക്കി മാറ്റുന്നത് എന്താണ്? എൻ്റെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പ്രവർത്തനവും വഴിയായിട്ട് ഇതിനെ എൻ്റേതാക്കി മാറ്റണം. ഞാൻ പറഞ്ഞ പിടിയില്ല. അപ്പോൾ ഈശോ നൽകിയ സാർവത്രിക രക്ഷ വ്യക്തിപരമായ രക്ഷയാക്കി മാറ്റുവാനായിട്ട് ഈ നോമ്പ് കാലത്ത് ഞാൻ എന്തൊക്കെ ചെയ്യണം? ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രായശ്ചിത്തം ചെയ്യും, എക്സ്ട്രാ കൊണ്ട് ചെല്ലും, കുരിശിന് വഴി നടത്തും. ഇതെല്ലാം എനിക്ക് നിത്യരക്ഷ ഉണ്ട് എന്നുള്ള ആ സന്തോഷത്തിൻ്റെ പേരിലായിരിക്കണം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ആ രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പറ്റണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ചെയ്യും, നമുക്കൊരു ഭയങ്കര കുറ്റബോധത്തിൻ്റെയും നിരാശയുടെയും ഒരു ഭാരത്തിൻ്റെയും പേരിലായിരിക്കും നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഞാൻ കർത്താവിൻ്റെ പേര് ശരിയാണ്, പക്ഷെ ഞാൻ അതിൻ്റെ പേരിൽ തളർന്ന് ജീവനില്ലാത്ത വ്യക്തിയായിട്ട്, എന്നിൽ തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത വ്യക്തിയായിട്ട് ഞാൻ ഇത് ചെയ്യുന്നതിന് അർത്ഥമില്ല. മറിച്ച് നിത്യരക്ഷ, സാർവത്രിക രക്ഷ ഈശോ തന്നിട്ടുണ്ട്. അതിൽ സന്തോഷിച്ചുകൊണ്ട് വേണം ഞാൻ ഈ പെനൻസും ഈ പ്രായശ്ചിത്തവും ഈ ത്യാഗവും ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഒരു മീനിങ് ഇല്ല. അതുകൊണ്ട് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, നീ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേ? സന്തോഷത്തോടെ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലായോ? സാർവത്രിക രക്ഷയുള്ളതുകൊണ്ട് വ്യക്തിപരമായ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രായശ്ചിത്തം സന്തോഷമുള്ളതാക്കി മാറ്റണം ഈ സമയത്ത്. അപ്പോൾ സീസൺ ഓഫ് ലൈഫ് ഈസ് എ സീസൺ ഓഫ് ചോയ്സ്. രക്ഷ നമ്മൾ നേരെ തിരിച്ചായിരിക്കും കാണുന്നത്. അയ്യോ, ഇതെങ്ങനെ ഒരു വെള്ളിയാഴ്ച ഒന്ന് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ശനിയാഴ്ച ഒന്നായാൽ മതിയായിരുന്നു, നോമ്പൊന്ന് തീർന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ നോമ്പ് എനിക്ക് സന്തോഷമാണ് ഇപ്പം. കാരണം ഞാനത് ഈ ഈശോയുടെ സാർവത്രിക രക്ഷയിൽ എൻ്റെ വ്യക്തിപരമായ രക്ഷ ഞാൻ ചെയ്യുക, പങ്കെടുക്കുക. അപ്പോൾ എനിക്ക് സന്തോഷിക്കാനുള്ള സമയമാണ്, ശരിക്കും സങ്കടപ്പെടുന്ന സമയമല്ല. അനുഭവിക്കുന്ന സമയമാണ്, ശരിയാണ്, പാവത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയം. ഇത്രയും കാര്യം പറഞ്ഞു നിർത്തിയിട്ട് നോമ്പ് എന്തിനാണ്, എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരുമായിരുന്നു. നോമ്പ് എന്തിനാണ്, എന്താണ് സംഭവിക്കുന്നത്. എന്നിട്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ ചിന്തയിലേക്ക് നമ്മളത് പ്രവേശിക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളത് വ്യക്തിപരമായിട്ട് പിന്നെ വായിച്ച് ധ്യാനിച്ചാൽ മതി. വായിക്കുന്ന വ്യക്തിപരമായിട്ട് നമുക്കറിയാം ഈശോയുടെ പ്രലോഭനത്തെ പറ്റി അല്ലേ. ഈശോയ്ക്ക് ഉണ്ടായ പ്രലോഭനം, ഈശോ എത്ര തരം പ്രലോഭനം ഈശോയ്ക്കുണ്ടായി? 3 തരം പ്രലോഭനമുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രലോഭനം നമുക്കറിയാം, അപ്പം ഉണ്ടായി. അതിങ്ങനെയൊന്ന് മനസ്സിലാക്കണേ. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യ സൃഷ്ടിയായ മനുഷ്യനായ ആദ്യത്തെ ആദം ഹവ്വായി അവരെവിടെയാണ് തോറ്റുപോയത്? ആണോ? അല്ലേ? അവർ തോറ്റുപോയത് ഭക്ഷണത്തിലാണ്, അപ്പത്തിൽ. ദേ ഫെയിൽഡ് ഇൻ ആപ്പിൾ, വിത്ത് ആപ്പിൾ അല്ലേ. സാത്താൻ ഉപയോഗിച്ച തന്ത്രം അതായിരുന്നു, അവരെ അപ്പത്തിൽ അല്ലെങ്കിൽ പഴത്തിൽ തോപ്പിച്ചു. അതേ സാത്താൻ അതേ ട്രിക്കുമായിട്ട് ഈശോ അടുത്ത് വീണ്ടും വന്നു. ആദ്യത്തെ ആദം തോറ്റുപോയത് ഭക്ഷണത്തിലാണ്. രണ്ടാമത്തെ ആദത്തെയും വീഴിക്കാൻ നോക്കുന്നത് എവിടെയാണ്? ഈശോയെ വീഴിക്കാൻ നോക്കുന്നത് അതാണ്. ഹീസ് സ്റ്റിൽ ദ സെയിം റൂട്ട്. അതാണ് നമുക്ക് ഈ നോമ്പ് കാലത്ത് ഉപസിക്കണമെന്ന് പറയുന്നതിൻ്റെ രഹസ്യം. അപ്പം ഒന്നാമത്തെ ശരീരത്തിൻ്റെ ഫ്ലഷിൻ്റെ ഈശോയ്ക്കുള്ള ഒന്നാമത്തെ ഇതാണ് ശരീരത്തിൻ്റെ പ്രലോഭനം, ഭക്ഷണത്തോടുണ്ട് ഫ്ലഷ്. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ശാരീരിക പ്രലോഭനങ്ങളെയും ശാരീരിക സംതൃപ്തിയെയും അതിജീവിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ലിൻഡ് സീസൺ. ഒന്നാമത്തെ ആദം ആപ്പിളിൽ തോറ്റു, രണ്ടാമത്തെ ആദമായ ഈശോ അതേ പ്രലോഭനത്തെ, അപ്പത്തിൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ചു. അതാണ് ഒന്നാമത്തെ റിഫ്ലക്ഷൻ. അപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ എടുക്കുന്ന പ്രായശ്ചിത്തവും ഈ ദിവസങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഭക്ഷണമൊക്കെ എൻ്റെ ശാരീരിക ഇച്ഛകളെ അതിജീവിക്കാനുള്ള ഒരു മെത്തേഡായിട്ട് എടുക്കണം.
രണ്ടാമതായിട്ട് ഈശോയ്ക്കുണ്ടായ പ്രലോഭനം എന്തായിരുന്നു? ഈശോ രണ്ടാമത്തെ പ്രലോഭനം ഈ ലോകത്തിന്റെ മഹിമയെ കുറിച്ചുള്ള ഇതായിരുന്നു. ഈ ലോകത്തിന്റെ പവർ ഓഫ് ദ വേൾഡ്, അതായിരുന്നു ഈശോയ്ക്കുണ്ടായ രണ്ടാമത്തെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത്. ഈശോ അതിനെ അതിജീവിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ നമ്മുടെ ഈ ധ്യാനം എന്ന് പറയുന്നത്, എനിക്ക് ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ ഈ കാലഘട്ടത്തിൽ, ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ അതിജീവിക്കാനായിട്ട്, അതായത് ദ പവർ ആൻഡ് ദ ഗ്ലോറി, ഇതാണ് രണ്ടാമത്തെ പ്രലോഭനം. ദ പവർ ആൻഡ് ദ ഗ്ലോറി. ഈ ലോകത്തിൻ്റെ മഹത്വവും ഈ ലോകത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയുള്ള എൻ്റെ ആഗ്രഹത്തെ അതിജീവിക്കാനായിട്ട് ഇതിൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കേണ്ട സമയമാണ്. മൂന്നാമതായിട്ട് ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രലോഭനമാണ് ഈശോയുടെ ഡിവിനിറ്റി, ദൈവത്വത്തിന് എതിരായിട്ടുള്ള പ്രലോഭനം. നമ്മുടെ ഭാഷയിലേക്ക് വരികയാണെങ്കിൽ, നമ്മളിലേക്ക് വരികയാണെങ്കിൽ, മൂന്നാമത്തെ ഈശോയുടെ പ്രലോഭനം ഇതാണ്: വിശ്വാസത്തിന് എതിരായിട്ടുള്ള പ്രലോഭനം. 3 പ്രലോഭനങ്ങൾ. ഒന്നാമത്തേത് ശരീരത്തിൻ്റേത്, രണ്ടാമത്തേത് ലോകത്തിൻ്റേത്, മൂന്നാമത്തേത് ദൈവമഹത്വത്തിൻ്റെ ആ പ്രവൃത്തി, അതായത് വിശ്വാസത്തിന് എതിരായിട്ട് എന്നിലുള്ളത്. അവിശ്വാസത്തിൻ്റെ മേഖലകൾ എന്നിലുണ്ടെങ്കിൽ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഞാൻ അതിനെ അതിജീവിക്കാനായിട്ട്, ഈ ആധ്യാത്മിക ഗുരുക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളണം. ആ സച്ച് അല്ല, പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഒരു മനുഷ്യൻ എപ്പോഴും ഒരു 4 ആത്മാവിൻ്റെ, 4 സ്പിരിറ്റിൻ്റെ, 4 ശക്തിയുടെ കീഴിലായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് ഹ്യൂമൻ സ്പിരിറ്റാണ്, മാനുഷിക പ്രവണതകളിൽ. രണ്ടാമത്തേത് ലോകം, ദ വേൾഡ്, ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. മൂന്നാമത്തേത് ഈവിൾ സ്പിരിറ്റ്. നാലാമത്തേത് ഹോളി സ്പിരിറ്റ്. 4. ഈ 4 മേഖലകളിൽ ഒരു മനുഷ്യൻ വീണുപോകാൻ സാധ്യത. ഹ്യൂമൻ സ്പിരിറ്റ്, വേൾഡ്ലി സ്പിരിറ്റ്, പിന്നെ ഈവിൾ സ്പിരിറ്റ്, അല്ലെങ്കിൽ നാലാമത്തേത് ഹോളി സ്പിരിറ്റ്. ഈ 4 സ്പിരിറ്റ് ഒരു മനുഷ്യനെ നയിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനത്തിൻ്റെ കീഴിലായിരിക്കും, ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ കീഴിലായിരിക്കും, ഇല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളുടെ കീഴിലായി പോകാൻ സാധ്യതയുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഈ 4 കാര്യങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛയുടെ കീഴിലാണോ, പരിശുദ്ധാത്മാവിൻ്റെ കീഴിലാണോ, ഈ ലോകത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ കീഴിലാണോ, അതോ തിന്മയുടെ സ്വാധീനത്തിൻ്റെ കീഴിലാണോ? അപ്പം ഈ മേഖലകൾ എന്നിലുള്ളതുണ്ടെങ്കിൽ അതിനെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമയമാണ് ഇത്. ഒരു കുഞ്ഞ് ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ റിഫ്ലക്ഷൻ തീരുവാണ്. ഒരു ടോക്ക് ഇതാണ്. ഒരു കുഞ്ഞ് ഡ്രാമ ഉണ്ട്. ഡ്രാമ എന്ന് പറയാൻ ഒരു സ്കിറ്റ് പോലെ കളിച്ചതാണ്. അതിൻ്റെ പേര് ഇത് 4th ടെംപ്റ്റേഷൻ ആണ്. ഇതിൻ്റെ പേര്. ഈശോയ്ക്ക് എത്ര ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു? 3 പ്രലോഭനങ്ങൾ. ഈ സ്റ്റോറിയുടെ, ഈ ഡ്രാമയുടെ സ്കിറ്റിൻ്റെ പേര് 4th ടെംപ്റ്റേഷൻ. 4th ടെംപ്റ്റേഷൻ ഈശോയ്ക്കുണ്ടായ 4ാമത്തെ പ്രലോഭനം. ഇപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ ഈശോയെ കാണുന്നു. 3 പ്രലോഭനങ്ങളും ഈശോ അതിജീവിച്ചിട്ട് ഈശോ ഇങ്ങനെ നമ്മുടെ സ്റ്റേജിൽ കാണുന്നുണ്ട്. ഈശോ ഇങ്ങനെ ഒരു ഭിത്തിയിലേക്ക് നോക്കിയിരിക്കുക. ഭിത്തി സാങ്കല്പികമായിട്ടൊരു മല, ഡെസേർട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഇപ്പോൾ സാത്താൻ ഈശോയുടെ പുറകെ നിൽക്കുകയാണ്. ഈ ഈശോ അവനെ തോൽപ്പിച്ചു എന്നുള്ളത് ഭയങ്കര വിഷമാണ്, നിരാശനായിരുന്നു. അപ്പം എല്ലാ നിരാശയും കൊണ്ട് അവൻ അവസാനത്തെ ആയുധം എടുത്തു. അവൻ മാതാവിനെ കൊണ്ടുപോയി ഈശോയുടെ മുമ്പിൽ നിർത്തും. എന്നിട്ട് അവൻ ഈശോയോട് ചോദിക്കും, ഇവളുടെ പ്രായമായ ജീവിത പങ്കാളി ജോസഫ് മരിച്ചു പോവുകയും നീ ഇവളെ ഉപേക്ഷിച്ച് നടന്നു പോവുകയും ചെയ്താൽ നിനക്ക് രക്തവും മജ്ജയും തന്ന് നിന്നെ വളർത്തിയ ഇവളെ ആര് സംരക്ഷിക്കും? സാത്താൻ ചോദിക്കണം. 4ാമത്തെ ചോദ്യം ഇതാണ്: നീ ഇവളെ ഉപേക്ഷിച്ച് ഈ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രായമായ യോസേപ്പ് പിതാവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീയെ നോക്കാൻ ഇനി ആരുണ്ട്?
നിന്നെ പാലൂട്ടി വളർത്തിയ, നിനക്ക് മാംസയും രക്തവും എല്ലാം നൽകിയ ഈ സ്ത്രീയെ ഞാൻ നോക്കും. അപ്പം സാത്താനോട് ഈശോ തിരിഞ്ഞിട്ട് പറയാണ്, അന്ന് പർദീസായിലെ നീ ആദത്തിനോട് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമായെന്ന് പറഞ്ഞ ആദത്തിൻ്റെ ജീവിത പങ്കാളിയായ ഹവ്വായെ നീ നുണ പറഞ്ഞ് തോൽപ്പിച്ചു. ഞാനിവിടെ ആയിരിക്കുന്നത് ഇതിനെ അതിജീവിക്കാനാണ്. ഞാൻ അതിജീവിക്കും എന്ന് പറഞ്ഞിട്ട് ഈശോ തിരിഞ്ഞ് മാതാവിനെ നോക്കിയിട്ട് ഈശോ വിളിക്കും, സ്ത്രീയെ. കാനായിലെ കല്യാണ വിരുന്നില് ഈശോ ഉപയോഗിച്ച് അതേ വാക്ക് ഉപയോഗിക്കും, ദ വുമൺ, സ്ത്രീയെ. മാതാവ് തിരിച്ച് നടന്നു പോകുമ്പോൾ ഇങ്ങനെ കട്ടം താന്നു വരുമ്പം പുറകിൽ നിന്ന് പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെ ശത്രുവായ സാത്താൻ എപ്പോഴും നമ്മുടെ മുമ്പിൽ 4ാമത്തെ പ്രലോഭനമായിട്ട് വരും. ഈ 3 പ്രലോഭനവും നമ്മൾ അതിജീവിക്കും. കാരണം നമുക്ക് ഈശോ അതിജീവിച്ച വഴികൾ അറിയാം, അല്ലേ? ലോകത്തെ അതിജീവിച്ചിട്ടുണ്ട് ഈശോ, ശരീരത്തെ അതിജീവിച്ചിട്ടുണ്ട് ഈശോ, അതുപോലെ തന്നെ വിശ്വാസത്തിനെതിരായിട്ടുണ്ടായ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തതിനെ അതിജീവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിനെ 3നെ അതിജീവിക്കും. 4ാമത്തെ പ്രലോഭനം അതേതാണെന്ന് അറിയത്തില്ല. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അതാണ്. ഒരുപക്ഷെ അത് അപ്പനാകാം, അമ്മയാകാം, ജ്യേഷ്ഠനാകാം, സഹോദരിയാകാം, സുപ്പീരിയറാകാം, ഇൻഫീരിയർ ആകാം. ആരാണ് എന്ന് നമുക്കറിയത്തില്ല. ഇറ്റ് ക്യാൻ ബി ഫ്രം എനിവേ. ആ 4ാമത്തെ പ്രലോഭനത്തെ കൂടെ അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ ലെൻഡ് പൂർത്തിയാകുന്നത്. അതായത് ഒരു വാക്കി പറഞ്ഞതിനുള്ള ഈ ലെൻഡ് വഴിയായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോകുന്നു എന്ന് കാണുന്ന ഏറ്റവും വീക്കായിട്ടുള്ള ഒരു മേഖല, അതിനെ ഞാൻ അതിജീവിക്കണം. ഈ നോമ്പുകാലം കഴിയുമ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്നു എന്ന് കരുതുന്ന ഒരു വീക്ക്നെസ്, ആ വീക്ക്നെസ്സിനെ, ആ സാത്താൻ്റെ 4ാമത്തെ പ്രലോഭനത്തെ ഈ ലെൻഡ് കഴിയുമ്പം ഞാൻ അതിജീവിച്ചിരിക്കണം. അപ്പം നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ഈ പ്രാവശ്യത്തെ ലെൻഡ്. എന്തു പറയുന്നു? ഈ 4ാമത്തെ പ്രലോഭനത്തെ കൂടെ നമുക്കൊന്ന് അതിജീവിക്കാൻ കഴിയാൻ